എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിഷേധം നേരിടുന്നു. അതിനെ തുടർന്ന് അവർക്ക് കഴുത്തിനും കൈക്കും പരിക്കുപറ്റി എന്ന് പറയുന്നു. അതിനുശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. പിന്നീട് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നു. വിശദമായിട്ടുള്ള മറ്റ് പരിശോധനകളും സ്കാനിങ്ങും ഒക്കെ തന്നെ അവർക്ക് ചെയ്യും എന്ന രീതിയിലത്തേക്ക് നമ്മളെല്ലാവരും തന്നെ അറിയുന്നു. ഇതേ തുടർന്ന് സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, വീണ ജോർജിൻ്റേത് അഭിനയമായിരുന്നു എന്നുള്ളതാണ്. രണ്ട്, വീണ ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഈ വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ടും ഈ സംഭവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം KSUവിനാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിച്ചു. പല ആൾക്കാരും പല അഭിപ്രായങ്ങളും ആ പോസ്റ്റിൽ രേഖപ്പെടുത്തി. പലരും കരുതുന്നത് അതൊരു ട്രോളാണ് എന്നാണ്. ചില ആൾക്കാരൊക്കെ പണിക്കര് പെട്ടെന്ന് സഖാവായോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ നമ്മളെ അനുകൂലിക്കുന്ന ആൾക്കാർ എതിരഭിപ്രായത്തിൽ സംസാരിക്കുന്നുണ്ട്. പൊതുവെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാർ അനുകൂല അഭിപ്രായത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അതിനെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഞാൻ വീണ ജോർജിനെ പിന്തുണയ്ക്കുന്നത്, എന്തുകൊണ്ടാണ് KSUവിനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ വീഡിയോ. നോക്കാം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം പലതരത്തിലുള്ള പരാധീനതകളിൽ കൂടി കടന്നു പോവുകയാണ്. പിടിപ്പുകേട് എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാവുന്ന പലതരത്തിലുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുന്ന ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ ഞാൻ അഭിപ്രായപ്പെട്ടത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം ആരോഗ്യമന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് എന്നാണ്. ആ അഭിപ്രായത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അപജയത്തിന് വലിയൊരളവ് വരെ വീണ ജോർജ് മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തം വഹിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായത്തിനും ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജെനുവിനായിട്ടുള്ള കൺസേണുകൾക്ക് മന്ത്രി മറുപടി പറയേണ്ടതാണ്. അത് ഉണ്ടാകാതെ വരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ഉണ്ടാവുകയും വേണ്ടതാണ്. പക്ഷേ പ്രതിഷേധം എല്ലായ്പ്പോഴും ജനാധിപത്യ സ്വഭാവത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കോടതികൾ പലപ്പോഴും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? KSUവിൻ്റെ ഒരു കൂട്ടം ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള പ്രവർത്തകർ, ഏതാനും ആൾക്കാർ മാത്രമേ ഉള്ളൂ, പക്ഷേ അവർ പ്രതിഷേധത്തിനായിട്ട് തിരഞ്ഞെടുത്തത് റെയിൽവേ സ്റ്റേഷനാണ്. എന്തിനാണ് നിരവധി യാത്രികർ വരുന്ന, സാധാരണ നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇങ്ങനെ പബ്ലിക്കിന് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പൊതു ഇടങ്ങളല്ല നിങ്ങളുടെ പ്രതിഷേധത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ഇത് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് KSU ഒരു പാഠം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ഇൻഡിഗോ ഫ്ലൈറ്റിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ 2-3 KSU പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയതും അതിനെ തുടർന്നുണ്ടായിരുന്ന സംഭവങ്ങളും എല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ, പ്രത്യേകിച്ച് നിരവധി യാത്രികർ വരുന്ന ഒരു ഇടത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നതിനോ കരിങ്കൊടി കാട്ടുന്നതിനോ ഒക്കെ തന്നെ പൊതുനിരത്തിൽ കൂടി മന്ത്രി സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ വശങ്ങളിൽ നിന്നുകൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ആൾക്കാരുണ്ട്, കരിങ്കൊടി കാണിക്കുന്ന ആൾക്കാരുണ്ട്, പ്ലക്കാർഡുകൾ ഉയർത്തുന്നവരുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ശീലമുള്ളതാണ്. ജനാധിപത്യത്തിൽ പരക്കെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമരമാർഗം സ്വീകരിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനെ മുമ്പ് DYFIക്കാർ പൊതിരെ തല്ലിയപ്പോൾ നമ്മളെല്ലാവരും തന്നെ അതിനെതിരെ പ്രതികരിച്ചത്. നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് അവിടെ വെച്ച് മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ രീതിയിലത്തേക്ക് പ്രതിഷേധിച്ചിരുന്നുവെങ്കിൽ പല ആൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിനായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നമെന്ന് KSU സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് മാറി നിന്നുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയായിരുന്നില്ല. മറിച്ച് മന്ത്രി വീണ ജോർജ് കടന്നു വരുമ്പോൾ അവരുടെ വഴിയിലേക്ക്, അവരുടെ മുന്നിൽ തന്നെ ചെന്ന് നിന്ന് കരിങ്കൊടി ഉയർത്തി വീശി മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങളുടെ പ്രതിഷേധം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാറി ഒരു സ്ഥലത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയോ നിങ്ങൾക്ക് ഈ കരിങ്കൊടി കാണിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അപ്പോഴും അത് റെയിൽവേ പ്ലാറ്റ്ഫോമോ റെയിൽവേ സ്റ്റേഷനുള്ളിലോ ആയിരിക്കണം എന്ന് ഒരു തരത്തിലും ഞാൻ താല്പര്യപ്പെടുന്ന വിഷയമല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള മറ്റ് നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉള്ള ഒരിടമാണ്. അതിനെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് മാത്രമേ അവിടെ പെരുമാറാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഒരാളിൻ്റെ യാത്രാ സ്വാതന്ത്ര്യത്തിനെ പോലും, അയാളുടെ വഴിയിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ പോലും ഹനിച്ചുകൊണ്ട് നേരെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. മൂന്നാമത്തേത്, ഒരു ക്ലോസ് പ്രോക്സിമിറ്റി ഉണ്ട്. നിങ്ങൾ വീണ ജോർജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് പോലീസുകാരാണ്. നിങ്ങൾ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീണ ജോർജ് ഒരു സ്ത്രീ കൂടിയാണ്. ഒരു സ്ത്രീ ആയിട്ടുള്ള മന്ത്രിക്കെതിരെ
നിങ്ങൾ പുരുഷന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ പോയി അവരുടെ നേരെ മുന്നിൽ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ചെന്ന് നിന്ന് ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് വഴി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇൻറ്റിമിഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. നിങ്ങൾ കായികമായി ആക്രമിക്കണമെന്നില്ല, മറിച്ച് അവരുടെ മുന്നിൽ ചെന്ന് അവരുടെ വഴിമുടക്കി ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. അതല്ലാതെ ഒരിക്കലും സമാധാനപരമായിട്ടുള്ള ഒരു സമരമാർഗമാണത് എന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അടുത്ത പോയിന്റ്, ഒരു സ്ത്രീക്ക് നൽകേണ്ടുന്ന പ്രാധാന്യം, പരിഗണന അത് നിങ്ങൾ നൽകുകയും ചെയ്തില്ല. KSU എന്നുള്ള സംവിധാനത്തിൽ നിരവധി പെൺകുട്ടികളുണ്ട്. മന്ത്രി വീണ ജോർജിനെതിരെ ഇവിടെ പ്രതികരിച്ച് കണ്ടത് പെൺകുട്ടികളല്ല, മറിച്ച് പുരുഷന്മാരാണ്. വനിതാ പ്രവർത്തകരായിരുന്നു ഈ പ്രതിഷേധത്തിന് പോകുന്നത് എങ്കിൽ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം കായികമായിട്ട് അവരെ നേരിടാൻ പോലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതും നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആകുമായിരുന്നു. ഇനിയൊന്ന്, ഞങ്ങൾ വീണ ജോർജിനെ കായികമായി ആക്രമിച്ചില്ലല്ലോ, അവരുടെ ശരീരത്തെ സ്പർശിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ശരീരത്തിൽ ഒരാളിനെ സ്പർശിക്കണമെന്നില്ല അയാൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകണമെങ്കിൽ. ആ ഒരു സമയത്ത് വീണ ജോർജും ഇതേപോലെ രോഷാകുലയായിട്ട് തിരിച്ച് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു ഹീറ്റഡ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു ചെറിയ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴുത്ത് ഉളുക്കുക, കൈ വയ്യാതാകുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതിന് ദേഹത്ത് സ്പർശനം ഉണ്ടാകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ വലിയ ആരോപണങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ വീണ ജോർജ് മാനസികമായി വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും എന്നത് നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ അടുത്തേക്ക് കുറച്ച് പ്രതിഷേധക്കാർ പാഞ്ഞെടുക്കുന്ന സമയത്ത് അവരവിടെ കുഴഞ്ഞു വീണിരുന്നെങ്കിലോ? അപ്പോഴും ശാരീരിക സ്പർശനം ഉണ്ടാകണമെന്നില്ല, മറിച്ച് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അവിടെ സംഘർഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച ആൾക്കാർക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് യുക്തി. അതുകൊണ്ട് തന്നെ വീണ ജോർജിന് ശാരീരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ആ പ്രതിഷേധത്തിനാണ്, ആ പ്രതിഷേധക്കാർക്കാണ്. അതിന് നിങ്ങൾ വീണ ജോർജിനെ സ്പർശിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി കേട്ട മറ്റൊരു ആരോപണമാണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരും KSUവിൻ്റെ പ്രവർത്തകരും അടക്കം നിരവധി ആൾക്കാർ മുന്നോട്ട് വെച്ച ഒരു ആരോപണമാണ് ഇത് വീണ ജോർജിൻ്റെ അഭിനയമാണ് എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ശാരീരിക സ്പർശനം ഉണ്ടാകണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു അഭിനയമാണ് എന്ന രീതിയിലത്തേക്ക് അവരെ ഇകഴ്ത്തുന്നതിൽ ഒരു തരത്തിലുള്ള കാര്യവുമില്ല. അതിന് അവർ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മോണോ ആക്ടിൽ മത്സരിച്ചപ്പോൾ എടുത്തിരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇത് നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവിനായിരുന്നു ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വീണ ജോർജ് ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണന പോലും അവരെ ആശയപരമായി എതിർക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇനി ഒരു വാദത്തിന് വേണ്ടി അവർ അഭിനയിക്കുകയായിരുന്നു എന്ന് തന്നെ കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് അഭിനയിക്കാനും അതിൽ നിന്നൊരു അപ്പർ ഹാൻഡ് ഗെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയതാരാണ്? ഇതേ KSUക്കാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു തരത്തിലും പ്രതിഷേധത്തിന് തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ഒരിടം തിരഞ്ഞെടുത്ത് അവിടെ മറ്റുള്ള ആൾക്കാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കി ഒരു സ്ത്രീയായിട്ടുള്ള മന്ത്രിക്കെതിരെ പുരുഷന്മാരായിട്ടുള്ള പ്രവർത്തകരെ പ്രതിഷേധിക്കാനായിട്ട് വിട്ട്, അതും വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് നിങ്ങളവിടെ ചെന്ന് നിന്ന് ആ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല എങ്കിൽ പോലും, കേവലം അഭിനയമായിരുന്നു എങ്കിൽ പോലും അതിന് സാഹചര്യം ഒരുക്കിയത് നിങ്ങളാണ്. അതിന് മറ്റൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് KSU സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യം അത് നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു സ്ത്രീയുടെ തൊട്ടടുത്തേക്ക് പാഞ്ഞു ചെന്ന് അനാവശ്യമായി മുദ്രാവാക്യങ്ങൾ വിളിച്ച് അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് ആകരുത്. നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്താനുള്ള മറ്റ് സ്ഥലങ്ങൾ വേറെയുണ്ട്. മന്ത്രിയുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് ഒരു തരത്തിലുമുള്ള തടസ്സം ഏൽപ്പിക്കാതെ നിങ്ങൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BJP പ്രവർത്തകരുടെ കാര്യത്തിൽ അറിയാം, മന്ത്രി സുരേഷ് ഗോപി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് തടയാൻ പാടില്ല എന്ന്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പഞ്ചാബിൽ വെച്ച് ഒരു ഫ്ലൈ ഓവറിൽ യാത്ര തടസ്സപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ തന്നെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പ്രതിഷേധക്കാരുടെ കല്ലേറ് വാങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇതൊന്നും തന്നെ നമ്മൾ ആരും തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന പരിപാടികളല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രതിഷേധ മാർഗങ്ങളും ആകാം. അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം അഭിനയമാണ് എന്ന രീതിയിലത്തേക്ക് മാത്രം ഇതിനെ കാണരുത്. ഒന്നാലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ AI സമ്മിറ്റ് നടക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് വെസ്റ്റ് മാത്രം ധരിച്ചുകൊണ്ട് വന്ന് വലിയ പ്രതിഷേധം നടത്തിയിരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ നമ്മളെല്ലാവരും തന്നെ വിമർശിച്ചതാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിനെ ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കാം, അവിടെ വന്നിട്ട് ഇവർക്ക് പ്രതിഷേധിച്ചുകൂടെ എന്ന്. പാടില്ല. കാരണം ഇതൊരു കേവല സർക്കാർ പരിപാടി മാത്രമായിരുന്നില്ല, അത് ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിയല്ല, മറിച്ച് നമ്മുടെ രാജ്യം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര പരിപാടിയായിരുന്നു.
അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇമേജിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, നമ്മുടെ പെറ്റി പൊളിറ്റിക്സിനല്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഈ പ്രതിഷേധത്തിന് തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള സ്ഥലം, ആ ചോയ്സ് നിങ്ങൾക്ക് തെറ്റിപ്പോയി. 2, പ്രതിഷേധത്തിനായിട്ട് പുരുഷന്മാരെയാണ് KSU നിയോഗിച്ചത് എന്നുള്ളത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു. 3, അവരുടെ വഴി തടഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ഒരു പ്രതിഷേധ മാർഗം, അത് തീരെ ശരിയല്ല എന്നുള്ളതാണ് വസ്തുത. 4, ഒരു സ്ത്രീ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരിഗണനയും നിങ്ങൾ വീണ ജോർജിന് നൽകിയില്ല എന്നുള്ളത് അധാർമികമാണ് എന്ന കാര്യത്തിലും ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മോശമായിട്ടുള്ള, സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള സമരമാർഗങ്ങൾ, മുമ്പ് ഇൻഡിഗോ സമരത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കാത്ത പാഠങ്ങൾ ഇനിയുമെങ്കിലും പഠിക്കാനായിട്ട് KSU സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ പ്രതിഷേധം എന്നുള്ളത് ജനാധിപത്യപരമാകട്ടെ, ആശയപരമാകട്ടെ, അല്ലാതെ ഒരാൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുകയോ രാഷ്ട്രീയമായിട്ട് അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു വടിയായിട്ട് അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇങ്ങനെ മോശമായിട്ടുള്ള പ്രതിഷേധ സമീപനം ഒരു സ്ത്രീക്കെതിരെ സ്വീകരിച്ചതിന് ശേഷം അത് അഭിനയമാണ് എന്ന മട്ടിലേക്ക് മാത്രം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന തെളിവ് അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ ആക്രമിക്കുന്നതില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോട്ടം ലൈൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരാളിന് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് കായികമായിട്ട് നിങ്ങൾ ആക്രമിക്കുകയോ സ്പർശിക്കുകയോ വേണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കുഴഞ്ഞു വീണിരുന്നു എങ്കിൽ പോലും അത് ആരുടെയും സ്പർശനം മൂലമാകുമായിരുന്നില്ല, അത് പൂർണ്ണമായിട്ടും പ്രതിഷേധക്കാരുടെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ വളരെ റെസ്പോൺസിബിളായിട്ടുള്ള, ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രം ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് ഉണ്ടാകട്ടെ. അതല്ലാതെ ഒരു വ്യക്തിക്കും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മറ്റുള്ള നിരവധി യാത്രക്കാർക്കും പൊതുസമൂഹത്തിലുള്ള ആൾക്കാർക്കും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ നമ്മൾ ആരും സ്വീകരിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.